ഷിരൂരിൽ കാണാതായ മലയാളി അർജുൻ അയാളെ ഇന്നത്തെ തെരച്ചിൽ നിർത്തി. അർജുൻ ഓടിച്ച ലോറിയുടെ ഹൈഡ്രോളിക് ജാക്കി പുഴയിൽ നിന്നും കണ്ടെത്തി. ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് കുറഞ്ഞുവെന്നും ലോറി കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയെന്നും മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ പറഞ്ഞു. നാളെ രാവിലെ 8 മണിക്ക് തെരച്ചിൽ പുനരാരംഭിക്കും. തെരച്ചിൽ ബുദ്ധിമുട്ടില്ല. ഇല്ല, ഒന്നുമില്ല. നമ്മളിപ്പോ ഇത് എത്രയാണ് ആക്കുന്നത് അതേ മാതിരി ഇടുന്നുണ്ട്. ഒന്ന് തെരച്ചില്ല മെല്ലെ മെതുവ വില. വെയിലുള്ള സമയത്ത് കുറച്ചുകൂടി കാണാൻ പറ്റും. വെയിലെത്ര സമയത്ത് ഒരുപാട് വില ചെയ്യണം. ഈ തെരച്ചിലിന് കൂടുതൽ എന്തെങ്കിലും സഹായം ഇവിടെ ഒരുക്കി തരണം എന്നൊരു ആവശ്യമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും സംവിധാനങ്ങൾ പുതിയ അങ്ങനെ എന്തെങ്കിലും മൽപ്പയ്ക്ക് ആവശ്യപ്പെടാനുണ്ടോ? കൂടുതൽ ഹെൽപ്പ് വേണ്ട. ഇപ്പൊ ഫിഷർമാൻ ഉണ്ടല്ലോ എന്നെ കൊടുക്കുക, ഫിഷർമാൻ മതി. പിന്നെ ആരാണ് പറഞ്ഞാൽ അവർ ചെയ്യട്ടെ, പറവില്ല. നമ്മൾ അവർ കൂട്ടത്തില് ഒരു ടീമായിട്ട് ചെയ്യും, പറവില്ല. നമുക്ക് ഒരു വണ്ടി കിട്ടുന്ന പിന്നെ അതല്ലെങ്കിൽ അതിനോട് അർജുന് പിന്നെ 3 ആളുണ്ടല്ലേ, 2 ആള് അവരുടെ ബോഡി തേടും. ആ മണ്ണ് 2 ആള് പിന്നെ ഉണ്ടല്ലോ, ലോകേഷ് പിന്നെ ജഗന്നാഥ് പിന്നെ അർജുൻ, അവരുടെ തേടുന്ന ഒരു കാര്യം. കൂടുതൽ വിവരങ്ങളുമായി ആനന്ദ് പുതൂർ ചേരുകയാണ്. ആനന്ദ്, ഇന്നത്തെ തെരച്ചിൽ നിർത്തി നാളെ രാവിലെ തന്നെ തെരച്ചിൽ പുനരാരംഭിക്കും അല്ലേ? തീർച്ചയായും KP, അതായത് ഇന്ന് ഏതാണ്ട് 2 മണിക്കൂറോളമാണ് ഈശ്വർ മാൽപ്പയും മത്സ്യത്തൊഴിലാളികളടങ്ങുന്ന സംഘം പുഴയിൽ ഇറങ്ങിക്കൊണ്ട് തിരച്ചിൽ നടത്തിയത്. തിരച്ചിലിന്റെ ആദ്യ മണിക്കൂറിൽ തന്നെ നിർണായകമായിട്ടുള്ള ചില സൂചനകൾ ലഭിച്ചിരുന്നു. അതായത് ഈ ലോറിയുടേതെന്ന് കരുതപ്പെടുന്ന, അതായത് അർജുൻ ഓടിച്ച ലോറിയുടേതെന്ന് കരുതപ്പെടുന്ന ഹൈഡ്രോളിക് ജാക്കി അടക്കം ഈ പുഴയിൽ നിന്ന് ലഭിച്ചു. മാത്രമല്ല മറ്റൊരു ടാങ്കർ, ഈ മണ്ണിടിച്ചിൽ കാണാതായ മറ്റൊരു ടാങ്കറിന്റെ ചില ലോഹ അവശിഷ്ടങ്ങളും ലഭിക്കുകയുണ്ടായി. എന്തായാലും ഈ ലോറിയുടമയായിട്ടുള്ള മനാഫ് ആദ്യഘട്ടത്തിൽ ഇത് ഈ ലോറിയുടേതാണെന്ന്, അതായത് അർജുൻ ഓടിച്ച ലോറിയുടേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും ഔദ്യോഗികമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള സ്ഥിരീകരണം ഇപ്പോഴും വരാനുണ്ട്. എന്തായാലും ഈ ലോറി പുഴയിലേക്ക് മറിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഇപ്പോൾ 100% ഉറപ്പായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാളെ രാവിലെ ഈ ലോറിയുടെ സ്ഥാനം നിർണ്ണയിക്കുന്നതിന് വേണ്ടി ആദ്യഘട്ടത്തിൽ നേവിയുടെ റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള തെരച്ചിലായിരിക്കും ഒരുപക്ഷെ ആദ്യം നടക്കാനുള്ള സാധ്യത. തുടർന്നായിരിക്കും ഈ ലോറിയുടെ സ്ഥാനം നിർണ്ണയിച്ചതിനു ശേഷം ഈ നേവിയും അതോടൊപ്പം തന്നെ ഈശ്വർ മാൽപ്പെ അടങ്ങുന്ന മത്സ്യത്തൊഴിലാളികളുടെ സംഘവും ഒപ്പം തന്നെ NDRFന്റെയും SDRFന്റെയും അടങ്ങുന്ന സംഘവും ഈ തിരച്ചിൽ നടത്തുക. എന്തായാലും ഈ കുടുംബവും ഈ തെരച്ചിലിൽ പ്രതീക്ഷയുണ്ട് എന്നതിനെയാണ് അറിയിച്ചിട്ടുള്ളത്. ഈ കളക്ടർ ഔദ്യോഗികമായി കുടുംബത്തെ ഈ വിവരം, അതായത് തെരച്ചിൽ പുനരാരംഭിക്കുന്ന വിവരം അറിയിച്ചിട്ടുണ്ട്. നേവി അടക്കമുള്ള സംഘം നാളെ മുതൽ തന്നെ തിരച്ചിൽ തുടങ്ങുമെന്നാണ് കുടുംബം അറിയുന്നത്. ഇന്ന് ഒരുപക്ഷെ ഈ തിരച്ചിൽ ആരംഭിക്കേണ്ടതായിരുന്നില്ല, പക്ഷേ ഈ കാർവാർ MLA സതീഷ് ശൈലിയുടെ ഒരു നേതൃത്വത്തിലാണ് അത്തരത്തിൽ ഈശ്വർ മാൽപ്പയെ ഇറക്കിക്കൊണ്ടുള്ള ഒരു തിരച്ചിൽ നടത്തിയതെന്നാണ് കുടുംബം വ്യക്തമാക്കിയത്. എന്തായാലും നാളെ രാവിലെ 7 മണിയോട് കൂടി തന്നെ തിരച്ചിൽ പുനരാരംഭിക്കും. മാത്രമല്ല ഈ കാലാവസ്ഥ വളരെ അനുകൂലമാണ്. പുഴയിലെ കുത്തൊഴുക്ക് ഏതാണ്ട് 2 നോട്ടിക്കൽ മൈലിനേക്കാൾ താഴെയാണ് ഇപ്പോൾ ഉള്ളത്. അത് തിരച്ചിലിന് വളരെ അനുയോജ്യമാണെന്നാണ് ഈ വിദഗ്ധ സംഘം പറയുന്നത്. ആനന്ദ് പുതൂരാണ് വിവരങ്ങൾ നൽകിയത്.